ശബരിമല അന്താരാഷ്ട്ര പ്രസക്തിയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മളെല്ലാം കാണുകയാണ്. പ്രതിവർഷം അവിടെ വരുന്ന ഭക്തരുടെ എണ്ണം വളരെ കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് യാതൊരു വിവേചനവുമില്ലാതെ അവിടെ ആളുകൾക്ക് വന്നു പോകാൻ സൗകര്യപ്രദമായി ആരോഗ്യകരമായി വന്നു പോകാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അയ്യപ്പ സംഗമത്തെ എല്ലാവരും അനുകൂലിക്കുകയല്ലേ വേണ്ടത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന സൗകര്യങ്ങളുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി, എന്നാൽ ശബരിമലയുടെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ ശാലീനതയും എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ശബരിമലയെ മാറ്റുക, അവിടെ ഭക്തജനങ്ങൾക്ക് ആരോഗ്യകരമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കാണുന്നത്. വലിയ പിന്തുണയാണ് അതിനെല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. അതിനകത്ത് യാതൊരു വിവേചനവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിലെന്താ ദൂർത്തുള്ളത്? യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഗവൺമെൻറ്റും ദേവസ്വം വകുപ്പ് മന്ത്രിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ശബരിമലയെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നതിനും അവിടുത്തെ ഭക്തർക്ക് അനുയോജ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സംഭാവന ചെയ്യാനടക്കം തയ്യാറാണ്. അത്തരത്തിലുള്ള നല്ല മനസ്സുള്ള ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് ശബരിമലയെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിലുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനോട് താല്പര്യമുള്ള ആളുകൾ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുകയും എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ശബരിമലയെ ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇപ്പോൾ എയർപോർട്ട് അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം സഹായകരമായിട്ടുള്ള പിന്തുണ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഈ സംഗമത്തോടുകൂടി ലഭ്യമാകും എന്നുള്ളതാണ് കാണുന്നത്. അതിനെയെല്ലാം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും കോടതി പോലും കണക്കാക്കുന്നില്ല. കാരണം അഫിഡവിറ്റ് കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രമല്ല, അതിന് മുമ്പ് കൊടുത്ത അഫിഡവിറ്റും അവിടെയുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തർക്ക വിഷയങ്ങളൊന്നും ഈ സംഗമത്തിലില്ല. സംഗമത്തിൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ശബരിമലയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ശബരിമലയെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സംഗമം മാത്രമാണ്. അതിൽ മറ്റൊന്നൊരു വിഷയമല്ല.